ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ഇന്ത്യ സഖ്യത്തിന് വൻ തിരിച്ചടി നൽകിയ മുൻ മുഖ്യമന്ത്രിയും ജെഎംഎം നേതാവുമായ ചമ്പൈ സോറൻ ബിജെപിയിലേക്കെന്ന് സൂചന. 6 എംഎൽഎമാരുമായി ചമ്പൈ സോറൻ ഡൽഹിയിലെത്തി. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ ശിവരാജ് സിംഗ് ചൌഹാനാണ് ചമ്പൈ സോറനെ ബിജെപി പാളയത്തിലെത്തിക്കാൻ ശ്രമം നടത്തുന്നത്. ജയിൽവാസത്തിന് പിന്നാലെ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം തിരികെയെടുത്തതാണെന്നാണ് ചമ്പൈ സോറനെ പ്രകോപിപ്പിച്ചത്. हमारा बच्ची रहता है, उससे देखने के लिए आया है। अपना निजी काम है, दिल्ली आना जाना होते रहता है। आज भी हम आए हैं। अभी हम जहाँ पर है वहीं पर है। देखिए हमने बोल दिया जहाँ पर अभी है वहीं पर है। हमने बोल दिया हम निजी काम के लिए काम में आए हैं और हम जहाँ पर है वहीं पर है. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായുള്ള തിരച്ചിലിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം. ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിയാൽ മാത്രമേ തിരച്ചിൽ പുനരാരംഭിക്കൂ എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. ഇതിന് 1 കോടിയോളം രൂപ ചിലവ് വരും. ഇക്കാര്യത്തിൽ കർണാടക സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്നും ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടം അറിയിച്ചു. എന്നാൽ വ്യാഴാഴ്ചയോടെ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി അർജുന്റെ കുടുംബം പ്രതികരിച്ചു. കെ വി ബൈജുവിന്റെ റിപ്പോർട്ട് കാണാം. ഷിരൂരിൽ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തിരച്ചിലിൽ അനിശ്ചിതത്വം. ഏതായാലും ഈ ഡ്രഡ്ജർ എത്തിക്കാൻ വൈകുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. 1 കോടി രൂപയോളം ചെലവ് വരുന്ന ഈ യന്ത്രം എങ്ങനെ ഇവിടെ എത്തിക്കും? ആ പണം എങ്ങനെ കണ്ടെത്തും? ഇതാണ് ഇതിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ജില്ലാ ഭരണകൂടത്തിന് ഇത്രയും വലിയ തുക ചെലവഴിക്കുന്നതിന് പരിമിതി ഉണ്ടെന്നാണ് കലക്ടർ അറിയിച്ചിട്ടുള്ളത്, കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കർണാടക സർക്കാരാണ് ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടത്. നാളെ ബംഗളൂരുവിൽ നിർണായകമായ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ റോഡ് മാർഗം യന്ത്രം ഇവിടെ എത്തിക്കുന്നതിൽ പ്രതിസന്ധിയുണ്ട്. കാരണം കൊങ്കൺ മേഖലയിലെ ഒരു റെയിൽപാത കടന്നു പോകുന്നുണ്ട്. അതിലൂടെ ഈ ഗംഗാവലി പുഴയിലേക്ക് കരയിലേക്ക് എത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ കടൽ മാർഗം എത്തിക്കാനുള്ള ആലോചനയാണ് നടക്കുന്നത്. ഇത് സംബന്ധിച്ച് പരിശോധന നടക്കാൻ ഈ കമ്പനിയുടെ മെക്കാനിക്കൽ വിഭാഗം നാളെ ഈ ശിരൂരിൽ എത്തുന്നുണ്ട്. അവർ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഏതായാലും ഈ തിരച്ചിൽ സംബന്ധിച്ച മറ്റ് കാര്യങ്ങൾ അറിയൂ. എന്തായാലും ഈ 1 കോടി രൂപയാണ് ഇതിന് ചെലവ് വരുന്നത്. അത് 1 ദിവസം ഉപയോഗിച്ചാലും 2 ദിവസം ഉപയോഗിച്ചാലും ഇത്തരത്തിൽ 10 ദിവസത്തെ പണം മുൻകൂറായി കെട്ടിവെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കർണാടക സർക്കാരിന്റെ തീരുമാനം വളരെ നിർണായകമായിരിക്കും. ഏതായാലും തിരച്ചിൽ ഉടൻ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബമുള്ളത്. പുതിയ വിവരങ്ങളായിട്ടൊന്നുമില്ല. ഡിസ്ട്രിക്ട് കളക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് ആ ഷിപ്പ് കമ്പനിയുടെ ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് സ്ഥലം വിലയിരുത്തി ഇതിന് ശേഷമായിരിക്കും ഒരു പോസിറ്റീവ് ഉണ്ടാവുക എന്ന രീതി തന്നെയാണ് എന്നോട് പറഞ്ഞത്. അവര് എന്തായാലും പരിശോധനയ്ക്ക് വരുന്നുണ്ട്, നാളെ വരും. ഡ്രഡ്ജർ എത്തിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യം ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. ആദ്യം ഇതില് എമൗണ്ട് എല്ലാം പറഞ്ഞ് ഫിക്സ് ചെയ്ത് കൊണ്ടുവരും എന്ന രീതിയിലായിരുന്നു പറഞ്ഞത്. അതിനുശേഷം ഇപ്പം അത് പ്രൈസ് ഹൈക്ക് ആക്കിയിട്ടുണ്ട് അവര്. പണം ഒരു പ്രശ്നമല്ല എന്നാണ് MK രാഘവൻ MP പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ യന്ത്രം ഇവിടെ എത്തിക്കുന്നതിലുള്ള പ്രതിസന്ധിയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടതാണ് MK രാഘവൻ MP, കുടുംബത്തോടൊപ്പം ചേർന്നതെന്നാണ്. അതുപോലെ തന്നെ AKM അഷ്റഫും. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ, MK രാഘവൻ MP യുടെ വാക്കുകൾ വലിയ പ്രതീക്ഷയാണ് കുടുംബത്തിന് ഉണ്ടാക്കുന്നത്. അത്